section we are going to discussing about length of parametric curves. ഒരു കേർവ് തന്ന ആ കേർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഫോം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കേർവിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കേർവിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. ഇഫ് എ കേർവ് സി ഈസ് ഡിഫൈൻഡ് പാരാമെട്രിക്കലി ബൈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ജി ഓഫ് ടി വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി and f dash and g dash are continuous and not simultaneously zero on the closed interval ab, and c is transversed exactly once as t increases from t equal to a to t equal to b, then the length of the curve of the c will be L equal to integral a to b root of f dash of t the whole square plus g dash of t the whole square into dt. ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കേർവ് സി എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എക്സും ഒരു ഇക്വേഷനിൽ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കേർവ് എന്നുള്ളതിന് എക്സും വൈയുടെയും ടേം ഉണ്ടെങ്കിൽ അതിനെ രണ്ടിനും വേറൊരു വേരിയബിളിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഇൻ ടേംസ് ഓഫ് എക്സും വൈയും വേറൊരു വേരിയബിൾ, ഇപ്പോൾ എക്സാമ്പിൾ ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് എന്നുള്ള ഫംഗ്ഷനെയും വൈ എന്നുള്ള ഫംഗ്ഷനെയും ടിയുടെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് പാരാമെട്രിക് ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ടിയുടെ ലിമിറ്റാണ് എ ടു ബി എന്നുള്ളത്. അങ്ങനെ ഒരു കേർവിന് നമുക്ക് അതിൻ്റെ പാരാമെട്രിക് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ഇൻറ്റഗ്രേഷൻ കൊടുക്കുക. ആ ടിയുടെ ലിമിറ്റാണ് നമ്മുടെ ലോവർ ലിമിറ്റോ അപ്പർ ലിമിറ്റോ ആയിട്ട് കൊടുക്കേണ്ടത്. ഒരു പ്രോബ്ലം വെച്ചിട്ട് പറയാം. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സർക്കിൾ ഓഫ് റേഡിയസ് ആർ ഡിഫൈൻഡ് പാരാമെട്രിക്കലി ബൈ എക്സ് ഈക്വൽ ടു ആർ കോസ് ടി y equal to r sin t where 0 less than or equal to t less than or equal to 2 pi. അതായത് ഈ ഒരു സർക്കിളിൻ്റെ ലെങ്ത്താണ് 6 റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സർക്കിളിൻ്റെ ലെങ്ത്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. 6 എന്നുള്ളത് റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സർക്കിളിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു ആർ കോസ് ടി എന്നും വൈ ഈക്വൽ ടു ആർ സൈൻ ടി എന്നും. അപ്പോൾ എഫ് ഓഫ് ടി ആയിട്ട് ആർ കോസ് ടീനെ എടുക്കുക, അതുപോലെ ജി ഓഫ് ടി ആയിട്ട് ആർ സൈൻ ടീനെയും എടുക്കുക. ദെൻ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, അതുപോലെ ജി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ആർ കോസ് ടി. ഇനി എഫ് ഡാഷ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ വിൽ ബി minus r sin t the whole square plus r cos t the whole square. That will be r square sin square t plus r square cos square t. That will be equal to r square into രണ്ട് ടേമിൽ നിന്നും r സ്ക്വയറിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു, sin square t plus cos square t. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ആർ സ്ക്വയർ ഇൻറ്റു 1 ദാറ്റ് വിൽ ബി ആർ സ്ക്വയർ. അതായത് എഫ് ഡാഷ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് ലിമിറ്റ് 0 to 2π, ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2π എന്ന് തന്നിട്ടുണ്ട്. സോ ദി ലെങ്ത് ഓഫ് ദി സർക്കിൾ വിൽ ബി ഇൻറ്റഗ്രൽ 0 to 2π റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ 0 to 2π റൂട്ട് ഓഫ് ഇതിൻ്റെ വാല്യൂ ആണ് ഇവിടെ ആർ സ്ക്വയറിന് എടുത്തിരിക്കുന്നത്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആർ സ്ക്വയർ ഇൻറ്റു ഡി ടി. റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്റഗ്രൽ 0 to 2π ആർ ഡി ടി. ആർ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് ആണ്. അപ്പോൾ അതിനെ ഇൻറ്റഗ്രലിനെ ഔട്ട് സൈഡ് എടുത്താൽ ഇൻറ്റഗ്രൽ 0 to 2π ഡി ടി. ഇൻറ്റഗ്രൽ ഡി ടി എന്ന് പറയുമ്പോൾ ടി വരും, ആർ ഇൻറ്റു ടി ടു ദി ലിമിറ്റ് 0 to 2π. ആർ ഇൻറ്റു ടി ടു ദി ലിമിറ്റ് 0 to 2π. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π minus 0. So the answer will be 2π r. So length of the circle with radius r will be 2π r. Then the next problem is based on an asteroid. Find the length of the asteroid
where x equal to cos cube t and y equal to sin cube t and 0 less than or equal to t less than or equal to 2π. സർക്കിളിൻ്റെ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് ആസ്ട്രോയിഡിൻ്റെ കണ്ടുപിടിക്കാനുള്ളത്. ആസ്ട്രോയിഡിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പിൽ വരുന്നതിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. 4 ക്വാഡ്രൻറ്റിലും സിമെട്രിക് ആയിട്ട് വരുന്ന പോർഷനാണ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പായിരിക്കും ആസ്ട്രോയിഡിന് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ 4 ക്വാഡ്രൻറ്റിലും 4 ക്വാഡ്രൻറ്റിലും ഈ ഷേപ്പ് എന്ന് പറയുന്നത് സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കും. അതിനെ ഇൻറ്റു 4 എന്ന് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ആ ആസ്ട്രോയിഡിൻ്റെ ലെങ്ത്താണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ 0 to π/2 പൈ, കാരണം ഇവിടെ വരുമ്പോഴാണ് 2π വരുന്നത്. അപ്പോൾ മൊത്തം 0 to 2π കണ്ടുപിടിക്കുന്നതിന് പകരം 0 to π/2 വരെയുള്ള ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യും. കാരണം ഈ ലെങ്ത്ത് എല്ലായിടത്തും ഈ ഷേപ്പ് എല്ലായിടത്തും 4 ക്വാഡ്രൻറ്റിലും സിമെട്രിക് ആയതുകൊണ്ടാണ് ഒരു ക്വാഡ്രൻറ്റിൻ്റെ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യുന്നത്. സോ ഇവിടുത്തെ 0 to 2πക്ക് പകരം നമ്മൾ ടിക്ക് കൊടുക്കുന്ന ലിമിറ്റ് 0 to π/2 എന്നാണ്. ഇനി എഫ് ഓഫ് ടി ആയിട്ട് തന്നിട്ടുണ്ട്. എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ക്യൂബ് ടി ആൻഡ് ജി ഓഫ് ടി ഈസ് സൈൻ ക്യൂബ് ടി. ദെൻ എഫ് ഡാഷ് ഓഫ് ടി വിൽ ബി ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് ക്യൂബിൻ്റെ ഫോമാറ്റിലാണ്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x². അപ്പോൾ 3 കോസ് സ്ക്വയർ ടി. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് കോസ് ടി. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൈനസ് സൈൻ ടി. ചെയിൻ റൂളാണ്. -3 കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി. സെയിം മെത്തേഡിൽ തന്നെ ജി ഡാഷ് ഓഫ് ടിയും കാൽക്കുലേറ്റ് ചെയ്യുക. ജി ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ക്യൂബ് ടി. അഗൈൻ എക്സ് ക്യൂബിൻ്റെ ഫോമാറ്റ് കൊടുക്കുക. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3 സൈൻ സ്ക്വയർ ടി. ഇനി സൈൻ എക്സ് ആയിട്ട് സങ്കല്പിച്ച് സൈനിൻ്റെ ഡെറിവേറ്റീവിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് ടി. രണ്ടും തമ്മിൽ സ്ക്വയറിൻ്റെ സം എടുക്കുക. എഫ് ഡാഷ് ഓഫ് ടി ദി ഓൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ദി ഓൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു -3 കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി സ്ക്വയർ പ്ലസ് 3 സൈൻ സ്ക്വയർ ടി കോസ് ടി ദി ഓൾ സ്ക്വയർ. So that will be equal to 9 cos raised to 4t sin square t plus 9 sin raised to 4t cos square t. രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ടേംസിനെ എല്ലാം ഔട്ട് സൈഡ് എടുക്കുക. ഇവിടെ കോസ് സ്ക്വയർ ടിയും സൈൻ സ്ക്വയർ ടിയും 9ഉം കോമൺ ആയിട്ടുണ്ട്, അത് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇവിടുന്ന് കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി പോയി കഴിയുമ്പോൾ റിമൈൻ ചെയ്യുന്നത് കോസ് സ്ക്വയർ ടി പ്ലസ് ഇവിടെ സൈൻ റേസ് ടു 4 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ ടി കോസ് സ്ക്വയർ ടി പുറത്ത് വരുമ്പോൾ ബാക്കി ഇവിടെ റിമൈൻ ചെയ്യുന്നത് ഒരു സൈൻ സ്ക്വയർ ടി ആണ്. ഇനി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ബാക്കി വന്ന വാല്യൂ 9 കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി. സോ ലെങ്ത് ഓഫ് ദി ആസ്ട്രോയിഡ്, length of asteroid in first quadrant. ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വന്ന ആസ്ട്രോയിഡ് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to π/2 ഇൻറ്റു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ദി ഓൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 9 കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി ടി ടി. റൂട്ട് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 3 കോസ് ടി സൈൻ ടി ഡി ടി. ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. അതായത് സൈൻ 2x ഇക്വേഷൻ എന്ന് പറയുന്നത് 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ 2t എന്ന് പറയുന്നത് എന്ത് വരും? 2 സൈൻ ടി കോസ് ടി. നമുക്കിവിടെ ഉള്ളത് കോസ് ടി സൈൻ ടി ആണ്. അപ്പോൾ അതിനെ മാത്രം നിർത്തിയിട്ട് ഈ 2വിനെ സൈൻ്റെ ടേംസിൽ കൊടുക്കുക. സോ സൈൻ 2t/2 ഈക്വൽ ടു സൈൻ ടി ഇൻറ്റു കോസ് ടി. ആ ചേഞ്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദി ആൻസർ വിൽ ബി ഇൻ്റഗ്രൽ 0 to π/2 3 ഇൻറ്റു സൈൻ 2t/2 dt. കോമൺ ആയിട്ടുള്ള
ഈ കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രലിനെ ഔട്ട് സൈഡ് എടുക്കുകയാണ്. ഇൻ്റഗ്രലിൻ്റെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 3/2 ഇൻ്റഗ്രൽ 0 to π/2 sin 2t dt. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 3/2 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. സോ മൈനസ് കോസ് 2t. ഇവിടെ t അല്ല 2t ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവിനെ ഡിവൈഡ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ്റെ കേസിൽ എക്സ് ആയിട്ട് സങ്കല്പിച്ചതിൻ്റെ ടേമിനെ ഡിവൈഡ് ചെയ്യുക. ഡെറിവേഷൻ ചെയ്യുമ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2tയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 to the limit 0 to π/2. So that will be equal to minus 3/4. ഈ 2 into 2 ചെയ്താണ് by 4 cos 2t to the limit 0 to π/2. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 3/4 ഇൻറ്റു കോസ് 2 ഇൻറ്റു π/2. ഇപ്പോൾ കോസ് പൈ മൈനസ് കോസ് 0. So the value will be minus 3/4 into minus 2. മൈനസ് ഓഫ് മൈനസ് മൈനസ് 2. സോ കട്ട് ചെയ്യുമ്പോൾ 3/2 എന്ന് വരും ആൻസർ. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ലെങ്ത് ആണ്. സോ ടോട്ടൽ ആസ്ട്രോയിഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആസ്ട്രോയിഡിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് കിട്ടാനായിട്ട് ഇൻറ്റു 4 ചെയ്യുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ലെങ്ത് ഇൻറ്റു 4. സോ 4 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് 6 എന്ന് വരും ആൻസർ. Next problem, find the length of the parametric curves where x equal to t cube and y equal to 3t square by 2, where 0 less than or equal to t less than or equal to root 3. Then here f dash of t equal to t cube and g of t equal to 3t square by 2. Then f dash of t will be 3t square and g dash of t will be 3/2 into 2t, that is 3t. Then f dash of t plus square plus g dash of t, the square will be 3t square all square plus 3t the all square. That will be 9t raised to 4 plus 9t square. That is 9t square into common ആയിട്ടുള്ള ടേംസ് ആണ് എടുക്കുകയാണെങ്കിൽ t square plus 1. Then the length of the parametric curve will be integral 0 to root 3. ഇവിടെ ലിമിറ്റ് വന്നേക്കുന്നത് 0 to root 3 root of f dash of t the whole square plus g dash of t the whole square. Substitute ചെയ്യുമ്പോൾ 9t square into t square plus 1 dt. സ്ക്വയർ റൂട്ട് കൊടുക്കുകയാണെങ്കിൽ 9t 3t, 9ൻ്റെ റൂട്ട് 3 t സ്ക്വയറിൻ്റെ റൂട്ട് t റൂട്ട് ഓഫ് t സ്ക്വയർ പ്ലസ് 1 dt. ഇത് ചെയ്യുമ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റൂളാണ് കൊടുക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് t സ്ക്വയർ പ്ലസ് 1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ ലെറ്റ് u ഈക്വൽ ടു t സ്ക്വയർ പ്ലസ് 1. രണ്ട് സൈഡും വിത്ത് റെസ്പെക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ du ഈക്വൽ ടു 2t dt. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് t dt ആണ്. അപ്പോൾ ഈ 2ന് duൻ്റെ ടേംസിൽ കൊടുക്കുകയാണെങ്കിൽ du/2 ഈക്വൽ ടു t dt എന്ന് വന്നു. ഇവിടെ ഉള്ളത് ടിയുടെ ലിമിറ്റാണ് 0 to root 3 എന്നുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ ഏത് വേരിയബിളിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ആ ടേമിൻ്റെ ലിമിറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. സോ ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ നോക്കുക. t ഈക്വൽ ടു 0 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u വിൽ ബി 1. 0 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് വിൽ ബി 1. അഗെയിൻ t ഈക്വൽ ടു റൂട്ട് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u വിൽ ബി റൂട്ട് 3 ദി ഓൾ സ്ക്വയർ പ്ലസ് 1 3 പ്ലസ് 1 4. ലെങ്ത് ഓഫ് ദി പാരാമീറ്റർ കർവ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 1 to 4 9. ഈ 3ന് ഇവിടെ ഔട്ട് സൈഡ് എടുത്താൽ മതി. 3 റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 1. ടി സ്ക്വയർ പ്ലസ് 1നാണ് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ റൂട്ട് യു ഇൻറ്റു ടി ഡി ടിക്കാണ് ഇവിടെ du/2 എന്ന് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. du/2 ബൈ 2നെയും കൂടി പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ 1 to 4 റൂട്ട് യു ഇൻറ്റു ഡി യു. ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 3/2 ഇൻറ്റു യു റേസ് ടു 3/2 ബൈ 3/2 ടു ദി ലിമിറ്റ് 1 to 4. That will be equal to 3/2 into 2/3.
u raised to 3/2 to the limit 1 to 4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4 raised to 3/2 minus 1, that is 4 root cube, that is 8 minus 1. The answer will be 7. So the length of the parametric curve with x equal to t cube and y equal to 3t square by 2 is 7.